നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു കാര്യം പറഞ്ഞോട്ടെ, അലീനയുടെ മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസത്തെ കഥകളും കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ നന്ദു അനിയോട് പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് പോകത്തില്ല. കാരണം നന്ദുവിനറിയാം വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം എന്താന്ന്. നവീന്റെ കല്യാണക്കാര്യത്തെ കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത്. അത് പറഞ്ഞു ഒരു സ്വസ്ഥതയെ സമാധാനം തരത്തില്ല. ഒടുവിൽ അനി പറഞ്ഞു, അപ്പേ നമ്മൾ എന്ത് ചെയ്യും? എടാ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വീട്ടിൽ ഞാൻ പിണങ്ങിയാ പോന്നിരിക്കുന്നേ. അല്ലെങ്കിൽ തന്നെ നിന്റെ കാര്യം പറഞ്ഞിട്ട് വീട്ടിൽ ഭയങ്കര വഴക്കായിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് റൂം എടുക്കാന്ന് പറഞ്ഞു. റൂം എടുക്കാനാ? അതെ. നിനക്ക് എന്താ ഭയം ഉണ്ടോന്ന് ചോദിച്ചു. എടാ നീ എന്തൊക്കെയാ പറയണേ? നീ പേടിക്കൊന്നും വേണ്ട. അതെ ഞാനില്ലേ നിന്റെ കൂടെ എന്ന് ചോദിച്ചു. ദേ അനി വെറുതെ തമാശ കളിക്കരുത്. എടി അതിന് നമ്മൾ ഒരു റൂമിനകത്ത് കിടക്കുവാന്നല്ല പറഞ്ഞത്. നമുക്ക് റൂം എടുക്കാം. നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള റൂം എടുക്കാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നന്ദു പറഞ്ഞു, എടാ അതൊക്കെ വേണോ? പിന്നെ നീ വീട്ടിലേക്ക് പോകാതെ നീ എവിടെ പോവും എന്ന് ചോദിച്ചു. നിനക്ക് വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നീ എവിടെ പോയി കിടക്കൂന്ന് ചോദിച്ചു. നന്ദുവിനാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, വല്ലാത്തൊരു ടെൻഷൻ. കാരണം വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. നവീൻ രണ്ട് ആലോചന വന്നിരിക്കുന്നേ. ആകെപ്പാടൊരു വെപ്രാളം വിഷമമൊക്കെ ആയിരുന്നു. ഇതേ സമയം നന്ദുവിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കനയ്ക്കും കോതിനും ഭയങ്കര ടെൻഷൻ. പക്ഷെ അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല. ആ സമയത്ത് അങ്ങനെ പറഞ്ഞു പോയതാ. പക്ഷെ ഇപ്പോഴാണെങ്കിലോ നന്ദുവാണ് കോള് എടുക്കുന്നില്ല. പിന്നീട് നയനയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നന്ദു ഇതിലായിട്ട് എത്തിയിട്ടില്ല, വിളിച്ചിട്ടാണ് കോളും എടുക്കുന്നില്ല. അവളോട് ഞാനാണെങ്കിൽ ഇച്ചിരി ദേഷ്യപ്പെട്ട സംസാരിച്ചെന്ന് പറഞ്ഞു. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവള് കുഞ്ഞു വച്ചൊന്നും അല്ലല്ലോ, ഒന്നുമല്ലേ ഒരു പോലീസ് ഓഫീസർ അല്ലേ, അവൾക്ക് അവളുടേതായ തിരക്കുകൾ കാണും. അതല്ല ഇനി ഒരു പക്ഷേങ്കില് നവീമോന്റെ ആലോചന അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അതുകൊണ്ടാണോ വരാത്തേന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അമ്മ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ ആദർശേട്ടനോട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കനക പറഞ്ഞു, അതെ എനിക്ക് നല്ല ഭയമുണ്ട് ഗോവിന്ദേട്ടാ. ഇനിയിപ്പം നവീമോന്റെ ആലോചന, കാരണം അവളുടെ അടുത്ത് പോയി ഇഷ്ടം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി അവൾക്ക് അത് ഇഷ്ടപ്പെടാത്തോണ്ട് എങ്ങാനും ആണോ വീട്ടിലേക്ക് വരാത്തെ? വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അവളോട് സംസാരിക്കുമെന്ന് ഭയന്നിട്ടാണോ? അങ്ങനെ അവൾ ചെയ്യുവോ? കനക ഒന്നും പറയാൻ പറ്റില്ല ഗോവിന്ദേട്ടാ, നന്ദുവിന്റെ സ്വഭാവം അല്ലേ, ഇതുവരെയായിട്ട് പിടികിട്ടാത്തൊരു മനസ്സ് അവളുടേത് എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടുകൂടി കനക പറയാണ്. ഈ സമയം ആദർശിന്റെ അടുത്ത് നിന്നിട്ട് നയന പറഞ്ഞു, ആദർശേട്ടാ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, നന്ദു ഇതിനായിട്ടും വീട്ടിലെത്തിയിട്ടില്ലെന്ന്. വീട്ടിലെത്തിയില്ലെന്ന്? അതേന്നേ, നന്ദു എത്തിയില്ലെന്നാ പറഞ്ഞേ. അമ്മയ്ക്കാണ് നല്ല ടെൻഷനുണ്ട്. എടി അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? അവൾക്ക് ഡ്യൂട്ടി കാണുമായിരിക്കും. അതല്ല, അവന്തികയുടെ അനിയുടെ വിവാഹം മുടങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട് അമ്മ അവളെ കുറ്റപ്പെടുത്തി സംസാരിച്ചിരുന്നു. അപ്പൊ അവള് പിണങ്ങിയ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ആ സമയത്താണ് നവീന്റെ ആലോചന വരുന്നത്. അപ്പം അതിനെക്കുറിച്ച് അവളോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ടെൻഷനിലാണോ ഇനിയിപ്പോ അവള് വരാതിരിക്കണേ എന്നൊന്നും അറിയത്തില്ല. ആദർശ് പറഞ്ഞു, അതിനിപ്പോ അവള് വീട്ടിലേക്ക് വരാതിരിക്കേണ്ട കാര്യം എന്താ? അവൾക്ക് കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ലൊരു ബന്ധമല്ലേ ഇതെന്ന് ചോദിച്ചു. അതെ ആദർശേട്ടാ, പക്ഷേങ്കില് അവൾക്ക് താല്പര്യം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നേ. താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവളിപ്പം വിളിക്കില്ലായിരുന്നോ? അച്ഛനും അമ്മയാരെങ്കിലും വിളിക്കില്ലായിരുന്നോ? അത് മാത്രല്ല അവൾ എങ്ങോട്ട് പോയെന്ന് പോലും അറിയത്തില്ല. ആദർശൻ ഒരു കാര്യം ചെയ്യാം, പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ചെല്ല്. നന്ദു അവിടെ ഉണ്ടെങ്കിൽ നന്ദുവിനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പറഞ്ഞു. ശരി ശരി ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞു. അതിനു മുമ്പ് തന്നെ നയനൊന്ന് വിളിച്ച് നോക്കിയായിരുന്നു നന്ദുവിന്റെ ഫോണിലേക്ക്. പക്ഷേ എങ്കിൽ കോൾ എടുത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ആദർശ് പോകാന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ആദർശ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. ഇതേ സമയത്ത് SI സക്രിയ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നു. എന്താ സാറേ, എന്താ എവിടെയെന്ന് ചോദിച്ചു. അല്ല നന്ദു ഇല്ലേ എവിടെയെന്ന് ചോദിച്ചു. നന്ദുമാടും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇല്ലേ, നന്ദുമാടും ഇല്ല, നന്ദുമാട് നേരത്തെ പോയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. എവിടേക്ക്? അതറിയില്ല എന്ന് പറഞ്ഞു. എന്താ സാറേ, എന്തേലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അല്ല നന്ദു വീട്ടിൽ ചെന്നിട്ടില്ല, അതുകൊണ്ട്. അല്ല സാറിന്റെ അനുജൻ വീട്ടിലുണ്ടോന്ന് ചോദിച്ചു. ഇല്ല. എങ്കിൽ പിന്നെ സാറിന്റെ അനുജൻ എവിടെയുണ്ടോന്ന് അന്വേഷിച്ചാൽ മതി, രണ്ടുപേരും ഒരു സ്ഥലത്തായിരിക്കും എന്ന് പറഞ്ഞു. താനെന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിച്ചു. എന്റെ സാറേ, സാറിന് അറിയത്തില്ലേ, ഇടയ്ക്കിടയ്ക്ക് നന്ദുമാടത്തിനെ കാണാനായിട്ട് സാറിന്റെ അനുജൻ ഇവിടേക്ക് വരും. നന്ദുമാടത്തിനും ആ സാറിന് ഇഷ്ടമാണ്. രണ്ടുപേരും കൂടെ എവിടെയെങ്കിലും കറങ്ങി അടിച്ച് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അതായിരിക്കും സാറിന്റെ അനുജനെ വിളിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എവിടെയാണെന്നുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശനാണ് ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇനിയിപ്പോ നന്ദു അനിയയും കൂടെ ചേർന്നിട്ട് എല്ലാവരും പറ്റിക്കുവാണോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പിന്നീട് ആദർശ അനിയെ വിളിക്കുകയാണ്. ആ സമയത്ത്
എനിക്കാണെങ്കിൽ വെപ്രാളമായി എന്തിനായിരിക്കും വിളിക്കണമെന്ന് അറിയത്തില്ലോ. ഒടുവിൽ അനി കോൾ എടുത്തു. എന്താ ആദർശേട്ടാന്ന് ചോദിച്ചു. അല്ല നീ ഇതെവിടെയാ? ഇതിനായിട്ടും വീട്ടിലേക്ക് എത്തിയില്ലോ ആദർശേട്ടാ. അത് പിന്നെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഞാൻ അവരോടൊപ്പം ഒന്ന് കൂടിയേക്കുവാന്ന് പറഞ്ഞു. ഏത് ഫ്രണ്ട്സ്? അത് പിന്നെ ആദർശേട്ടാ, ആദർശേട്ടൻ അറിയാൻ പാടില്ലേ, രാകേഷും വിഘ്നേഷും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ വേറെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. സത്യമാണല്ലോ അല്ലേ? എന്താ ആദർശേട്ടാന്ന് ചോദിച്ചു. അത് പിന്നെ ഒന്നുമില്ല. നീ നന്ദുവിനെ എങ്ങനെ കണ്ടായിരുന്നോന്ന് ചോദിച്ചു. നന്ദുവിനെയോ? ഞാനോ? ഇല്ലല്ലോ. എന്താ ആദർശേട്ടാ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ദൈവമേ, ആദർശേട്ടനൊക്കെ സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇനി രാകേഷിനെ വിഘ്നേഷിനെയും കൂടെ പെട്ടെന്ന് തന്നെ വിളിച്ചു പറയാം, അല്ലെ ചിലപ്പോൾ അവരെ വിളിച്ചു ചോദിക്കും. അങ്ങനെ രാകേഷിനെ വിഘ്നേഷിനെയും ഒക്കെ വിളിച്ചു പറഞ്ഞ് അനി കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ചിലപ്പം ആദർശേട്ടനൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് വിളിച്ചു ചോദിക്കും, താൻ അവരുടെ കൂടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി നന്ദുവിനോടൊപ്പം കറങ്ങി അടിച്ച് നടക്കണമെന്ന് അവർക്ക് സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ സമയത്ത് നന്ദു ഇനിയും കൂടെ ഒരു ഹോട്ടലിൽ പോയി മുറി എടുക്കുവാണ്. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ടാ, എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഇടി നീ എന്തിനാ പേടിക്കണേ? ഞാനില്ലേ, അതാ എനിക്ക് ഏറ്റവും വലിയ പേടി. നിനക്കിതൊക്കെ പറയാം, എൻ്റെ ടെൻഷൻ എനിക്കും അറിയത്തുള്ളെന്ന് പറഞ്ഞു. എടി നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ ധൈര്യമായിട്ടിരിക്കുക, ഞാനല്ലേ ഉള്ളതെന്ന് ചോദിച്ചു. നീ ധൈര്യമായിട്ടിരുന്നാൽ മാത്രം മതി, ഒന്നുകൊണ്ടും ഭയപ്പെടണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് നിനക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞേ, അത് മാത്രമല്ല പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവുകയും ചെയ്യും. തൽക്കാലത്തേക്ക് നീ ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നന്ദുവിന്റെ മുറിയെ കൊണ്ട് കാണിച്ചു കൊടുത്തു. ഇതാ നിന്റെ മുറി, നീ ഇവിടെ കിടന്നു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്താവശ്യമുണ്ടല്ലോ എന്നെ വിളിക്കാൻ പഠിക്കില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, എടാ നമ്മൾ ഈ ചെയ്യുന്നത് ശരിയാന്ന് തോന്നുന്നില്ല, എനിക്ക് നല്ല ഭയമുണ്ട് എന്ന് പറഞ്ഞു. എന്തിനാടി പേടിക്കണേ? ഇത്ര റിസ്ക് ഒക്കെ ജീവിതത്തിൽ എടുക്കണ്ടേ, അല്ല ജീവിതം മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചു. എന്താണെങ്കിലും എല്ലാവർക്കും നല്ല സംശയം തോന്നും, അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാന്ന് പറഞ്ഞു. അങ്ങനെ എന്തേലും ആഹാരം മേടിച്ചോണ്ടിരാന്ന് പറഞ്ഞിട്ട് അനി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് നന്ദുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ദൈവമേ, അച്ഛനും അമ്മയ്ക്ക് ഇതൊക്കെ അറിഞ്ഞാൽ സഹിക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ വീട്ടിലേക്ക് പോകാണെന്ന്, പക്ഷെ പോയിട്ടുണ്ടെങ്കിൽ ഓരോന്ന് കുത്തി കുത്തി പറഞ്ഞ് അവരിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ തന്നെ അനിയുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് അത് അതിനേക്കാളും വലിയ ടെൻഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുക. അതിൻ്റെ കൂടെയാണ് നവീനന്റെ ഈ ആലോചന വന്നിരിക്കുന്നത്. വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളുമായിരുന്നു നന്ദുവിന്. ഈ സമയത്ത് ജാനകി അനിയെ ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല എവിടെയാടാ നീന്ന് ചോദിച്ചു. അമ്മേ, ഞാൻ ഇന്ന് ചിലപ്പോഴേ വരത്തുള്ളൂ, ചിലപ്പോൾ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അതെന്താടാ അങ്ങനെ? അതെ, ഒന്ന് രണ്ട് ഫ്രണ്ട്സുമായിട്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങി നോക്കുമെന്ന് പറഞ്ഞു. കറങ്ങാനോ? ഈ പാതിരാത്രിക്കോ? പറഞ്ഞല്ലോ അമ്മേ, ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേയാ എന്നൊക്കെ പറഞ്ഞു. ശരി, അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല ജാനകിക്ക്. പക്ഷേ എങ്കിൽ അതിന് നല്ല ഒന്നാന്തരം കള്ളത്തരം തന്നെയാണ് പറഞ്ഞത്. ഈ സമയത്ത് നയനയെ വിളിച്ചിട്ട് ആദർശ് പറഞ്ഞു, അതെ അനിയുടെ കൂടെ ഇല്ലെന്ന് അനി പറഞ്ഞ് അവനെ ഞാൻ വിളിച്ചായിരുന്നു പറഞ്ഞു. അല്ല പിന്നെ നന്ദു ഇത് എവിടെ പോയി എന്ന് ചോദിച്ചു. അറിയത്തില്ല, അതാ എനിക്ക് മനസ്സിലാകത്തെ. സ്റ്റേഷനിൽ നേരത്തെ ഇറങ്ങിയെന്നാ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അവൾ എവിടെ പോകാൻ എന്താണെന്നും അറിയത്തില്ലോ. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പോ പിണങ്ങി വേറെ എവിടെയായിരിക്കെങ്കിലും. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അവളുടെ സ്വഭാവം, കാരണം അവൾക്ക് ചില സമയത്ത് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അവളെ പോലും നിയന്ത്രിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിലേക്കോ അങ്ങനെ മറ്റോ പോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ലോ ആദർശേട്ടാ. അത് ശരിയാ, ചിലപ്പോൾ അങ്ങനെ വരാൻ വഴിയുണ്ട്. വീട്ടിലേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് പോയി കാണുമായിരിക്കും എന്ന് പറഞ്ഞു. എന്നാലും ആദർശേട്ടാ, ഇനിയിപ്പോൾ അവള് ചെല്ലാതിരിക്കുമ്പോഴത്തേനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ വല്ലാത്ത ടെൻഷൻ ആവത്തില്ലേ? അവർക്ക് പേടിയാവില്ലേ? എന്തായാലും അറിയത്തില്ലോ എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, നമുക്ക് നോക്കാം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വിളിച്ചു നോക്കാം, കിട്ടിയില്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഈ സമയം നന്ദു ഇരുന്ന് ആലോചിക്കുകയാണ്, തന്നെ കാണാതെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വെപ്രാളമാവും. ഒരു പക്ഷേങ്കിൽ എന്തേലും ഒരു സോഴ്സ് കണ്ടെത്തിയാൽ മതിയാവുള്ളൂ. പിന്നീട് അനി വന്നിപ്പോൾ അനിയോട് പറഞ്ഞു, അനി ഞാനൊരു കാര്യം ചെയ്യാം, എന്തേലും ഒരു റീസൺ വിളിച്ചു പറയാം, അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പം ആകെപ്പാടെ പ്രശ്നമാവില്ലെന്ന് ചോദിച്ചു. അനി പറഞ്ഞു, എന്ത് റീസൺ വിളിച്ചു പറയുമെന്ന് ഓർത്തായിരിക്കുന്നേ? അല്ല, ഞാനിന്ന് വീട്ടിലേക്ക് വരുന്നില്ല എന്ന് വിളിച്ചു പറയാം അച്ഛനോടും അമ്മയോടും, ഒരു വോയിസ് മെസ്സേജ് ഇടാന്ന് പറഞ്ഞു. അങ്ങനെ നന്ദു ഒടുവിൽ കനയ്ക്കും ഗോന്തിനും ഒരു വോയിസ് മെസ്സേജ് ഇട്ടു. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാനിന്ന് വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞൊരു വോയിസ് മെസ്സേജ് അങ്ങ് ഇടുവാണ്. ഈ സമയത്ത് നന്ദുവിന് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ആദർശേണ്ണ നയനെടുത്തിയ കള്ളത്തരം കണ്ടുപിടിക്കുമെന്നൊരു ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, രണ്ടുപേരും പിന്മാറുന്ന ലക്ഷണമില്ല. എന്ത് വന്നാലും ശരി നേരിടാൻ തന്നെ തീരുമാനിച്ചോണ്ടാ അനിയൻ നന്ദു ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.